ചെമ്പകത്തിൻ്റെ ഇലയൊന്നുമല്ല, ആഫ്രിക്കൻ മല്ലിയില. ചില വീട്ടമ്മമാർ പറയും മൈസൂർ മല്ലി. ആ വീട്ടമ്മമാർ പറയണതിലും തെറ്റില്ല. നമ്മളെ നാട്ടിലുണ്ടാവുന്ന മൈസൂർ മല്ലി എന്ന് പറയണതിലും തെറ്റില്ല. ഇതിൻ്റെ രഹസ്യം എന്ന് പറയണത് ഭയങ്കര എനർജിയാണ്. നമുക്ക് വിശപ്പുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി നട്ടത്. ഇത് വിത്ത് വരാൻ പോവുകയാണ്. ഇപ്പം ഇതിൽ വിത്ത് വരും. ഇതിനകത്തു നിന്നാണ് വിത്ത് വരണം. വിത്ത് വരും. ഇപ്പം വിത്ത് ആയില്ല. നമ്മളെ വീട്ടിൽ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രസം ശരിക്ക് വെക്കും. രസത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം. നമ്മൾ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ഇത് അരയ്ക്കും. മരിച്ചിന് കപ്പയൊക്കെ പുഴുങ്ങി തിന്നുമ്പോഴത്തേക്കും ഈ ശാല 2 വെച്ച് അയക്കും. ഇത് വിഷമുള്ള സാധനമല്ലല്ലേ, അതുകൊണ്ട് ആഫ്രിക്കൻ മല്ലിയിലയാണ് കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരി എടുത്ത് കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അരി ആയിട്ടില്ല. ഇത് എളുപ്പം അരി വരില്ല. 2-3 മൂട്ടിലൊക്കെ അരി വന്ന് തുടങ്ങി. ഇതിനകത്ത് അരി വന്ന് തുടങ്ങി. നിൽക്കുന്നാണ്ട വിത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വരും. ഇതിനകത്താണ് വിത്ത് വരണത്. അപൂർവത്തിലെ വിത്ത് വരുത്തുള്ളൂ. ഇത് കൂടുതൽ തൈയാണ് നടന്നത്. വിത്ത് വരാൻ പോവുകയാണ്. ഇലകൾ കൂടിക്കണണ്ട, മൊട്ട് കണക്കിക്കണണ്ട. ഇത് അപൂർവേ വിത്ത് വരുള്ളൂ. ഇത് കൂടുതലും തൈ പൊട്ടി ശിഖരങ്ങൾ വന്നാണ് ഇത് കൂടുതലും ആവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരിസരത്ത് മിക്കവാറുമുള്ള പരിസരങ്ങളിലൊക്കെ കാണും. കോഴിക്കോട്, വയനാട്ടിൽ ഈ ഭാഗത്തൊക്കെ ഈ മല്ലിയില കാണാൻ ചാൻസ് ഉണ്ട്. മറ്റേതിനെക്കാട്ടി ഭയങ്കര ഗുണമാണ്. തണ്ടിൽ കൂടുതൽ ജലമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരിസരത്ത് കിട്ടുമെങ്കിൽ ഇത് മാച്ച് നടണം. നട്ട് കഴിഞ്ഞാൽ 1 മൂട് നട്ടാൽ മതി. നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിനകത്ത് ഈ ചാക്കിന് മണ്ണ് നിറച്ചോ സ്ഥലമില്ലെങ്കിൽ 1 മൂട് നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് മാർക്കറ്റിൽ പോയി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ വിഷം അടിച്ച് വരുന്ന മല്ലിച്ചപ്പ് വാങ്ങിക്കണം. ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന മല്ലിച്ചപ്പ് മാർക്കറ്റിൽ പോയി വാങ്ങിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മല്ലി നട്ട് കഴിഞ്ഞതാ ഇതിന് വിത്ത് വരണം. നോക്കിയേ, വിത്ത് വരാൻ പോവേ. വിത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസത്തിന് മുമ്പ് എടുത്തില്ലെങ്കിൽ പൊട്ടി ചെതറിപ്പോവും. കടുക് പൊട്ടുമ്പോണെങ്കിൽ പൊട്ടിപ്പോയി അവിടെ കിടന്ന് അവിടെ ഫുൾട്ടായി അവിടെ ആവും. ഇതിപ്പോൾ കിടക്കണ്ട കംപ്ലീറ്റ് സ്ഥലത്ത് ഇത് ആവും. നിറഞ്ഞു വരും. നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം. പിന്നെ പരിസരത്തുള്ളവർക്കൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കും.